ഇവിടെ ഉള്ളവർക്ക് അത് വലിയ പ്രയോജനമാവും. കടക്കാർക്കൊന്നും ഒരു കുഴപ്പവും ഉണ്ടാവില്ല. അടിപ്പാതയാണ് ഏറ്റവും പ്രയോജനം. വളരെ കാരണം അവിടെ ജംഗ്ഷനാണ്, പാർക്കിംഗ് സൗകര്യം ഇല്ല. അതുകൊണ്ട് കച്ചവടക്കാരെ ബാധിക്കുക എന്നുള്ളത് യാതൊരു കാര്യവുമില്ല. ഇവിടെ നിരന്തരം ആശയവിനിമയം നടക്കുന്ന ഏരിയയാണ്. ഒരു പാലം വരുന്നത് നല്ല കാര്യം തന്നെയാണ്. മേൽപ്പാലം വേണമെന്നാണ് എന്റെ അഭിപ്രായം. കച്ചവടത്തിനെക്കാളും ഏറ്റവും വലിയ ആവശ്യം എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ ജീവൻ. മലയാള ജനത ന്യൂസ്, വാർത്തയുടെ സത്യവും ധർമ്മവും. മലയാള ജനത ന്യൂസിലേക്ക് വീണ്ടും ഒരിക്കൽ കൂടി സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് SM ലോക്കിലാണ്. നമുക്കറിയാം, കൊമ്മരിച്ചന്തയിലെ അപകടങ്ങൾ ഒരുപാട് തവണ നമ്മൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അവിടുത്തെ ഗതാഗത കുരുക്കും അതോടൊപ്പം തന്നെ അപകട മരണങ്ങളെ കുറിച്ച് അവിടെ എപ്പോഴും വന്നിട്ടുള്ള ഒരു ചർച്ചയാണ് ഇവിടെ ഒരു മേൽപ്പാലം വരണം എന്നുള്ളത്. എങ്കിൽ ആ മേൽപ്പാലം ഇപ്പോൾ പൂവണിയാൻ പോവുകയാണ്. സർക്കാർ അതിനുവേണ്ടി തയ്യാറെടുത്ത് കഴിഞ്ഞു. അതിനുവേണ്ടിയുള്ള പണികൾ ആരംഭിച്ചു കഴിഞ്ഞു. എന്നാൽ ഇത് വേണമോ വേണ്ടേ എന്നുള്ളൊരു ചർച്ചയാണ് ഇപ്പോൾ മലയാള ജനത ന്യൂസുമായി ചർച്ച ചെയ്യുന്നത്. കാരണം മുമ്പ് ഇതേപോലെ ഒരു നടപടിയുമായി വന്നപ്പോൾ അന്ന് അവിടെയുള്ള കച്ചവടക്കാരെയും മാർക്കറ്റിനെയും ബാധിക്കുമെന്നുള്ളൊരു കിംവദന്തി കേട്ടിരുന്നു. എങ്കിൽ ഇന്ന് ഈ പാലം വരുന്നത് കൊണ്ട് ദോഷമുണ്ടാകുമോ അതോ ഗുണമാണോ? ജനപക്ഷം തേടുകയാണ് മലയാള ജനത ന്യൂസ്. ഏവരെയും ഈ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇവിടെ നിരന്തരം ആക്സിഡന്റ് നടക്കുന്ന ഏരിയയാണ്. ഒരു പാലം വരുന്നത് നല്ല കാര്യം തന്നെയാണ്. അതില് കച്ചവടത്തെ ബാധിക്കൂലല്ലോ. മേൽപ്പാലം പറഞ്ഞല്ലോ കച്ചവടത്തെ ബാധിക്കണമെന്നല്ലോ. പാലം അപ്പുറത്ത് മേൽപ്പാലം വേണം. മേൽപ്പാലം വരുന്നത് കൊണ്ട് ഇവിടുത്തെ ആക്സിഡന്റ് ഒക്കെ ഒഴിവാകും. ഒരുപാട് ആൾക്കാർ മരിച്ച മേഖലയാണ്. അപ്പൊ മേൽപ്പാലം വരുന്നത് നല്ലത് തന്നെയാണ്. പിന്നെ കച്ചവടക്കാരെ ബാധിക്കാത്ത രീതിയിലൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യണം. പെട്ടെന്ന് തീർക്കുക. ജീവൻ പോത്തില്ലേ, അപ്പം പാലം വരണം. പാലം വരണം. പക്ഷെ അപകടങ്ങളിപ്പോ നടക്കുന്നുണ്ട് അതിനായിട്ട്. എന്നാലും ഒരു പാലം വരണം. പക്ഷെ കച്ചവടം തിരിച്ചും ബാധിക്കും. പാലം വേണം. ജീവനാണ് വില, എന്നാലും കച്ചവടത്തിന് ബാധിക്കും എന്നാണ് എന്റെ. ഇപ്പോൾ ആ പാലം വരുന്നവരെ ഒരു ബുദ്ധിമുട്ടുണ്ടാവും. ഇതിന്റെ പണി എത്രയും പെട്ടെന്ന് തീർന്നാൽ അത്രയും നല്ലതാണ്. പാലം വേണം എന്നാൽ നമ്മുടെ വയറ്റിൽ തിരിക്കാനും പാടില്ല. അത്രേ ഉള്ളൂ. അത് എഴുതാതെ എത്രയും പെട്ടെന്ന് പൂർത്തീകരിക്കണം. അതെ അതെ. പാലം വേണോ വേണ്ടേ? പാലം വേണ്ട. വേണ്ട. നമ്മുടെ പട്ടണിയാവും. പക്ഷേ ഈ പാലം വന്നാൽ ഒരുപാട് അപകടങ്ങൾ ഒഴിവായി. ഇപ്പൊ നിങ്ങൾ ഇരിക്കുന്നതിന് ഒരുപാട് അപകടം നടക്കുകയും അവന് മേൽപ്പാലം അത്യാവശ്യമല്ലേ? അത് അവന് റോഡ് കെട്ടപ്പെട്ടില്ല ഇത്ര അപകടമായത്. മുമ്പ് അപകടം വന്നില്ലല്ല. കച്ചവടത്തെ ബാധിക്കുന്നത് കൊണ്ട് കച്ചവടം ബാധിക്കും. മേൽപ്പാലം വന്നാൽ കച്ചവടം ബാധിക്കും. മേൽപ്പാലം വരണമെന്നാണോ വേണ്ടതാണോ? കാരണം ഒരുപാട് അപകടങ്ങൾ ഉണ്ടാവുമല്ലേ? അപകടത്തിനെ സംബന്ധിച്ച് പാലം വന്നേ പറ്റും. പക്ഷേ കച്ചവടത്തിന് ബാധിക്കില്ല. അപ്പൊ എന്താണ് ഒരു വ്യക്തി എന്ന നിലയ്ക്ക് നിങ്ങൾക്ക് അതിനെ കുറിച്ച് പറയാനുള്ളത്? പെട്ടെന്ന് പണി കഴിഞ്ഞാൽ കുഴപ്പമില്ല, കച്ചവടങ്ങൾ നോക്കി പോവാം. പാലം വേണം പെട്ടെന്ന്. പക്ഷേ പെട്ടെന്ന് പണി പാലം വരണോ വേണ്ടയോ? പാലം വേണ്ട. ഞങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ട്. ഈ മാർക്കറ്റിൽ ബുദ്ധിമുട്ട്. നാളെ വണ്ടികൾ പോവാൻ തടസ്സം, മീൻ കൊണ്ടുവരാൻ തടസ്സം, ആളുകൾ കേറാൻ തടസ്സം. അപ്പൊ ഞങ്ങൾ എവിടെ പോയി ജീവിക്കണം? മേൽക്കൂടി പോയ കെട്ടിയപ്പോ തീരും. പാലം 6 മാസത്തിന് തീരുവോ? ആ സമയം. അപ്പൊ ഞങ്ങൾ എവിടെ പോയി ജീവിക്കണം? ആര് പറഞ്ഞ് അവയുടെ ഒഴിവാക്കാൻ പറയാൻ പറ്റൂല സാറേ. വണ്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോ പിള്ളേർ തമ്മിൽ ഇടിക്കും. പിള്ളേർ സൈഡ് കൊടുക്കണില്ല. ഇവിടെ ഏത് ആളുകൾ നിക്കണ്? പാലം വേണം നമുക്ക്. ഉയരക്കുടി പോണതല്ലേ. അപ്പൊ 6 മാസത്തിന് മുമ്പേ പാലം ശരിയാക്കണം, തീർക്കണം. പാലം പണിത് നല്ലതാണ്. പക്ഷെ കച്ചവടത്തിനെ ബാധിക്കും എന്ന് വെച്ചിട്ട് പാലം പണിയാതിരിക്കാക്കൂലല്ലോ. എന്നാ ആഗ്രഹം. മേൽപ്പാലം വേണമെന്നാണ് എന്റെ അഭിപ്രായം. കച്ചവടത്തിനേക്കാളും ഏറ്റവും വലിയ ആവശ്യം എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ ജീവനും അവന്റെ ശരീരത്തിന്റെ അവയവങ്ങളും ഒക്കെ എന്ന് പറഞ്ഞാൽ ഇന്നലെ ഒരു ആക്സിഡന്റ് ഇവിടെ ഹൈവേയിൽ സംഭവിച്ചിട്ടുണ്ട്. കച്ചവടം അത് നമുക്ക് ഏത് രീതിയിലായാലും നമുക്ക് കിട്ടാനുള്ള കച്ചവടം നമുക്കുണ്ടാവും. പക്ഷെ നമുക്ക് സുരക്ഷിതമാണ് എന്ന് പറഞ്ഞാൽ ഈ ഹൈവേ മുകളിലൂടെ വരുന്നത് ഇവിടുത്തെ നാട്ടുകാർക്കും യാത്രക്കാർക്കും എല്ലാം വളരെ സുരക്ഷിതമായിരിക്കും. അതുകൊണ്ട് എൻ്റെ അഭിപ്രായം ഹൈവേയുടെ മുകളിലൂടെ മേൽപ്പാലം വരണമെന്നുള്ള താല്പര്യമാണ്. കുമരിച്ചന്തയുടെ അടുത്ത് പാലം വരുന്നത് കൊണ്ട് നേട്ടമേ ഉള്ളൂ. മനുഷ്യനുണ്ടെങ്കിൽ കടയിട്ട് ജീവിക്കാൻ പറ്റുള്ളൂ. കച്ചവടത്തിന് ഒരു ബാധകവും ഇല്ല. ധൈര്യമായിട്ട് പാലം വരാം, മനുഷ്യന്റെ ജീവൻ രക്ഷപ്പെടുത്താം. അതാണ് എനിക്ക് പറയാനുള്ളത്. പാലം തീർച്ചയായിട്ടും വരേണ്ടതാണ്. തീർച്ചയായിട്ടും പാലം വരണം. വന്നാലേ ഇവിടുത്തെ ഈ തിരക്കുകൾ മൊത്തം ഒഴിവായി. സ്കൂൾ പിള്ളേർ, ഞാൻ തന്നെ രാവിലെ നമ്മളെ സ്കൂളിൽ പോകുമ്പോഴേ ഭയങ്കര ബുദ്ധിമുട്ടാണ് ക്രോസ് ചെയ്യണ കാര്യം. പിന്നെ പിള്ളേർ ഈ നടന്നു പോണവരുടെ കാര്യം, നടന്നു പോണവർക്കും അവർക്ക് എളുപ്പത്തിൽ നടന്നു പോവാം. എല്ലാത്തിനുള്ള സജ്ജീകരണം ആവും.
അതുകൊണ്ട് പാലം വരണമെന്ന് തന്നെയാണ് തീർച്ചയായിട്ടും പാലം വരണം. ജനങ്ങൾക്ക് അത് സുരക്ഷിതമാണ്. അല്ല, ഇത് അവിടുത്തെ കുമരച്ചന്റെയും കച്ചവടത്തെയും ബാധിക്കുമെന്ന് പറയുന്നുണ്ടല്ലോ, അത് എത്രമാത്രം ശരിയാണ്? അത് ബാധിക്കുന്നതൊക്കെ ശരി തന്നെ. എന്നിരുന്നാലും ജനങ്ങളുടെ സുരക്ഷിതയാണ് ആദ്യം നോക്കേണ്ടത്. അപ്പൊ അതുകൊണ്ട് പാലം വരണമെന്ന് തന്നെയാണ് വരണമെന്നാണ് നമ്മുടെ ആഗ്രഹം. അങ്ങനെ തന്നെ പറഞ്ഞോളൂ, എങ്ങനെയാണ് പറഞ്ഞാൽ പാലം? മാർക്കറ്റ് എവിടെ നിന്നും വാങ്ങിക്കാം. പക്ഷെ ജനങ്ങളെ സേഫ്റ്റിയായിട്ട് പോകണം. വണ്ടി വാഹനങ്ങള് സുരക്ഷിതത്വമാണ് ആവശ്യം. അതാണ് ആവശ്യം. ജനങ്ങളെല്ലാം കേടുകൾ അതിനാണ്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് പാലം വരണമെന്ന് തന്നെയാണ് എല്ലാവരും ആഗ്രഹം. തീർച്ചയായിട്ടും പാലം വരണം. ഗുണമുള്ളത് ദോഷമില്ല. ജനങ്ങൾക്ക് ഉപകാരപ്രദമായ ഒരു നല്ല നടപടിയാണ് ഈ പാലം പറഞ്ഞത്. പക്ഷെ അത് അവിടുത്തെ കച്ചവടത്തെ ബാധിക്കും, കുമരച്ചന്റെ ബാധിക്കും എന്ന് പറയുന്നുണ്ട്. ജനങ്ങളെ സുരക്ഷയാണല്ലോ നമുക്ക് വേണ്ടത്. കച്ചവടക്കാർ എങ്ങനെയായാലും കച്ചവടം ചെയ്തോളും. ജനങ്ങൾക്ക് സുരക്ഷിതമായ ജീവിതം ആണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ ഒരു പാലം വരണമെന്ന് തീർച്ചയായും വേണം. പറഞ്ഞത് ഞാൻ യോജിക്കുന്നുണ്ട്. കാരണം വെച്ചാൽ ജനങ്ങളുടെ സുരക്ഷിതം തന്നെയാണ്, അത് തന്നെയാണ് ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് ഒരു പാലം വരണമെന്ന് തന്നെയാണ്. തീർച്ചയായിട്ടും ഇവിടെ ഒരു പാലം അത്യാവശ്യമാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് സമയം ആ ജംഗ്ഷനിൽ നിന്ന് വാഹനങ്ങളൊന്നും ശ്രദ്ധിച്ചാൽ നമുക്ക് അറിയാൻ പറ്റും ഇവിടെ നടക്കുന്ന ആക്സിഡന്റുകൾ. അപ്പോൾ ഒരു പാലം വരണതോടുകൂടി വലിയ രീതിയിൽ ഒരു ആശ്വാസമാകും. അത് യാത്രക്കാർക്കായാലും മറ്റ് കച്ചവടക്കാരെ വലുതായിട്ട് ബാധിക്കില്ല. അത് പാലം വരണമായിട്ട് ആ പാലത്തിലൂടെ കടന്നു പോകാനുള്ളവരങ്ങ് പൊയ്ക്കോളും. അതുകൊണ്ട് തീർച്ചയായിട്ടും ഒരു പാലം അത്യാവശ്യമാണ്. നല്ലതാണ്. കാരണം അപകടങ്ങളിങ്ങനെ പെരുകിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസവും ഒരു അപകടം അവിടെ ഉണ്ടായി. അപ്പോൾ ഗതാഗതം സുഗമമാക്കുന്നതിൻ്റെ പേരിൽ ഒരു പാലം അനിവാര്യമാണെന്നാണ് എൻ്റെ അഭിപ്രായം. അത് ഇരുവശത്തു നിന്നും വരുന്ന വണ്ടികൾ മുകളിൽ കൂടെ അങ്ങ് പൊക്കോളും. താഴെയുള്ളവർക്ക് യാത്ര കുറച്ചുകൂടെ സുഗമമാവുകയും ചെയ്യും എന്നാണ് എൻ്റെ അഭിപ്രായം. എല്ലാരും പറഞ്ഞ അഭിപ്രായം തന്നെ എന്റെ ഒരു അഭിപ്രായം. ഈ പാലം വന്നാലും കുറച്ച് ബുദ്ധിമുട്ട് പറഞ്ഞല്ലോ, ആ ബുദ്ധിമുട്ടുണ്ടാവും. ബുദ്ധിമുട്ടുണ്ടാവില്ല. പിന്നെ ഈ അപകടങ്ങളൊക്കെ ഇച്ചിരി കുറയും. അതാണ് എന്റെ ഒരു അഭിപ്രായം. അതുകൊണ്ട് ആ പാലം വന്നാൽ അപകടം കുറയുന്നതിന് അപകടം പാലം വരുന്നത് നല്ലത് തന്നെ. വേറെ തടസ്സങ്ങളൊന്നുമില്ല. ഈ പറഞ്ഞ പോലെ കച്ചവടക്കാർക്ക് അതൊരു കച്ചവടക്കാർക്ക് ബുദ്ധിമുട്ടാവാൻ സാധ്യതയില്ല. വികസനം വരണമല്ലോ. കാരണം വന്നാൽ നമുക്ക് ഇവിടുത്തെ ട്രാഫിക് ജാമൊക്കെ ഒഴിവാക്കാൻ പറ്റും. കുറച്ചൊക്കെ ഒഴിവാകും. നല്ലത് തന്നെയാണ്. നല്ലതായിരിക്കണം. അതുകൊണ്ട് നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണ്. പാലം വന്ന് അത്രയും ജനങ്ങൾക്ക് നല്ല സൗകര്യങ്ങൾ കിട്ടണം. അതൊക്കെയാണ് നമ്മളെ ഒരു ഇത് ഉടനെ വന്ന് കിട്ടിയ വലിയ ഉപകാരം കേട്ടാ. ഇല്ല, കച്ചവടം ബാധിക്കുന്നത് ഇപ്പൊ ഭീമാളിൽ ഒരുപാട് കച്ചവടം ബാധിക്കുന്നവരെ പൊളിഞ്ഞു പോകുന്നവരെ എല്ലാം ചെയ്തില്ല. അതുപോലെ ഇവിടെയും ഒന്നും കുഴപ്പമൊന്നുമില്ല, നല്ല രീതിയിൽ പോകും. അതെല്ലാം ഒരേ ഇതൊക്കെ ബിസിനസ് എവിടെ ഉണ്ടോ അവിടെയൊക്കെ ആൾക്കാരുണ്ടാവും അല്ലേ. വാരിയിൽ പോകും. ഇത്രയേ ഉള്ളൂ. മേപ്പാലം വന്നേ പറ്റും. ഇവിടുത്തെ ഇതിന് വന്നേ പറ്റുള്ളൂ. പാലം മരണം എന്നെ നല്ലത്. കൊച്ചുങ്ങളെ ഉയരടങ്ങി കൊച്ചുങ്ങളെ ഇവിടെ വല്ല ഇതല്ല. അല്ലെങ്കിൽ ഇത് മരണമാണ് ഈ റോഡ്. ഇത്രയേ ഉള്ളൂ. പാലം മരണം. പാലം വന്നാലേ പറ്റുള്ളൂ. ഉണ്ടെന്നാണ്. പക്ഷെ നേരത്തെ വരണമായിരുന്നു, താമസിച്ചു. എന്നാലും കുഴപ്പമില്ല. നേരത്തെ പാലം വരുമ്പോൾ കച്ചവടക്കാരെ ബാധിക്കുന്നുള്ളത് ഇല്ല, കച്ചവടക്കാർ അങ്ങനെ ബാധിക്കാനുള്ള സാധ്യത ഒന്നുമില്ല. കച്ചവടക്കാർക്ക് കൂടുതലും നാട്ടിലെ കച്ചവടമാണ് നടക്കുന്നത്. പുറത്തുള്ളത് വളരെ കാരണം അവിടെ ജംഗ്ഷനാണ്, പാർക്കിംഗ് സൗകര്യം ഇല്ല. അതുകൊണ്ട് കച്ചവടക്കാരെ ബാധിക്കുക എന്നുള്ളത് യാതൊരു കഴമ്പുമില്ല. ഇവിടെ ഇതുപോലെ ഒരു പാല പദ്ധതി ഉണ്ടായിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് ജനങ്ങള് വേണ്ടാന്ന് പറഞ്ഞ് വിഷയത്തിലേക്ക് കടന്നു. അത് വേണ്ടാന്ന് പറഞ്ഞ് നഷ്ടപ്പെട്ടു പോയി. അതുപോലെ ഇപ്പോഴും ഇങ്ങനെ ഒരു പാലം വേണമെന്ന് പറയുന്നുണ്ട്. പാലം നല്ലതാണ്. പാലം വന്നാൽ ജനങ്ങൾക്ക് കുറച്ച് സ്വതന്ത്രമായിട്ട് നടക്കാതെ കുറച്ച് സ്വതന്ത്രമായിട്ട് വാഹനങ്ങൾക്ക് പോവാ. വലിയ ബുദ്ധിമുട്ട്, തിരക്ക് കുറയും. ഇത് ജനങ്ങൾ മനസ്സിലാക്കുന്നില്ല. ജനങ്ങൾക്ക് എന്തൊക്കെ തോന്നുന്നു. അതുകൊണ്ട് പാലം വേണ്ടാന്ന്. പാലം നിർബന്ധമായിട്ട് വേണം. നല്ലതാണ്. പാലം നല്ലതാണ്. ജനങ്ങൾക്ക് എല്ലാവർക്കും നല്ലതാണ്. ബുദ്ധിമുട്ടാവും. പാലം വന്നോ നമുക്ക് ഈശ്വരായിട്ട് പോകും. ബുദ്ധിമുട്ടുണ്ടാവാനും പാടില്ല, പാലം വരെയും വേണം. ഒരു വികസനം വരുമ്പോൾ അല്പസ്വല്പ നാശനഷ്ടങ്ങളൊക്കെ ഉണ്ടാവും. അത് പൊതുജനങ്ങൾ സഹിക്കുക. പൊതുജനങ്ങൾക്ക് വേണ്ടിയാണ് വികസനം ഉണ്ടാവുന്നത്. അപ്പൊ അത് പൊതുജനം രണ്ട് കൈ സ്വീകരിക്കുക. എന്റെ അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത്. ബാക്കിയുള്ളവരുടെ അഭിപ്രായം എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. എന്റെ അഭിപ്രായം ഞാൻ പറഞ്ഞത് വികസനം വരുന്നത് നല്ലതാണ്. നല്ലത് തന്നെയാണ്. പിന്നെ ഈ പറഞ്ഞതുപോലെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. പൊതുജനങ്ങൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അതൊക്കെ സഹിക്കുകയും ക്ഷമിക്കുകയും ചെയ്തിരുന്നാലേ നമ്മളെ നാട്ടിനൊരു പുരോഗമനം ഉണ്ടാവുള്ളൂ. നമ്മളെ നാട് പുരോഗമിക്കണം. നമ്മളെ നാട് താഴോട്ട് പോകാൻ നോക്കല്, ഉയർച്ചോട്ട് വരണം. ഒരു വികസനം ഉണ്ടെങ്കിലേ പുരോഗമനം ഉണ്ടാവും. പാലം എന്നുള്ളത് അടിപ്പാതയായിട്ട് വന്നാൽ ഏറ്റവും പ്രയോജനകരമാണ്. അടിപ്പാതയാകുമ്പോൾ കുറച്ചുകൂടെ ഒരു 5 അടി കൂടെ താരും ഭൂമി.
അപ്പോഴും നല്ല ഇതായിരിക്കും. അപ്പൊ ഈ പാലമുള്ള വിവരം ദൂരം നിന്ന് വേണവർ അറിയില്ല. ഇവിടെ ഉള്ളവർക്ക് അത് വലിയ പ്രയോജനമാകും. കടക്കാർക്കൊന്നും ഒരു കുഴപ്പവും ഉണ്ടാവില്ല. അടിപ്പാതയാണ് ഏറ്റവും പ്രയോജനം. ആ, ഭൂമിയിൽ അടിയുന്നില്ല. റോഡിൽ നിന്ന് കുറച്ച് റോഡിൽ മണ്ണ് മാറ്റുമ്പോൾ നമ്മൾ മുട്ടത്ര ഇരിക്കുമ്പോഴത്തെ അടിപ്പാത വന്നാൽ ഒരു നല്ല പ്രയോജനമാണ്. വേറെ കുഴപ്പമൊന്നും വരില്ല. അതാണ് ഏറ്റവും ഉചിതം. ഈ മേൽപ്പാലം വന്നാൽ കടകൾ കംപ്ലീറ്റ് ഇതിന്റെ അടിയിലോട്ട് അങ്ങ് പോവുകയാണ്. ബിസിനസിന് സാരമായി ബാധിക്കും. ഇപ്പൊ വന്ന് ഒരു ചായ കുടിക്കാൻ വരുന്നതിനും ഇവിടെ തങ്ങൂല. അത് നേരെ ഇവിടെ നിന്ന് കോവളത്ത് എവിടെയെങ്കിലും ഒഴിഞ്ഞ പ്ലേസിൽ പോയി ചായ കുടിക്കാൻ പോകും. ഇതാണ് ഇവിടെ ജനങ്ങളുടെ അഭിപ്രായം. അഥവാ മേൽപ്പാലം വേണം എന്ന് തന്നെയാണ് ഇവിടെ ഭൂരിപക്ഷം ആളുടെ അഭിപ്രായം. കാരണം ലൈവായി തന്നെ പല അപകടങ്ങളും മരണങ്ങളും കാണുന്നത് ഇവിടുത്തെ കച്ചവടക്കാരാണ്. എന്നാൽ അവരുടെ കച്ചവടത്തെ ബാധിക്കാനും പാടില്ല. പലയിടങ്ങളിലും ജനങ്ങൾക്ക് ഉപകാരമായി തന്നെയാണ് ഈ പല പാലങ്ങളും പണിയേണ്ടി തുറന്ന നടപടിയായി മുന്നോട്ട് പോകുന്നത്. എന്നാൽ അത് എഴുതുന്ന സാഹചര്യമാണ്. അത് കാരണത്താൽ ബാധിക്കുന്നത് അവിടെ താമസിക്കുന്ന ആളുകൾക്കും കച്ചവട സ്ഥാപനങ്ങൾക്കാണ്. ഇത് മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ഇവർ ഇപ്പോഴും ഭയപ്പാടോടുകൂടി പാലം വേണം, അത് അത്യാവശ്യമാണ്, പക്ഷേ അത് കച്ചവടത്തെ ബാധിച്ചാൽ തീർച്ചയായും ഈ പറഞ്ഞ വാടകയ്ക്കെടുത്ത് ജീവിക്കുന്ന ആളുകൾ, കച്ചവടം ലോൺ എടുത്ത് ജീവിക്കുന്ന ആളുകൾ അവർ പട്ടിണിയിലാകാം, ആത്മഹത്യയിലേക്ക് നയിക്കുന്ന അവസ്ഥ ഉണ്ടാവും. മുമ്പ് വെള്ളായണി കായലിലെ പാലത്തിനെ കുറിച്ച് ന്യൂസ് റിപ്പോർട്ട് ചെയ്തിരുന്നു. അവിടെയുമുള്ള ആളുകൾക്ക് ആ പാലം വേണം, അവർക്ക് അനുഗ്രഹമാകും. പക്ഷേ അതിങ്ങനെ എഴുതുന്നത് കാരണത്താൽ അവിടുത്തെ കച്ചവടത്തെ ബാധിക്കുന്നു എന്നുള്ളതാണ്. എങ്കിൽ അത് ഉണ്ടാകാതെ എത്രയും പെട്ടെന്ന് തന്നെ ഈ പാലത്തിന്റെ പണി പൂർത്തിയാക്കിയാൽ തീർച്ചയായും അല്പം സഹിക്കും എന്ന് തന്നെയാണ് ഇവിടുത്തെ കച്ചവടക്കാരൻ പറഞ്ഞത്. അപകടം ഒഴിവാകും, ജീവനാണ് പൂർണ്ണമായും വില. അതുകൊണ്ട് സർക്കാർ ഉണർന്ന് പ്രവർത്തിക്കുക, പാലം വരട്ടെ, എത്രയും പെട്ടെന്ന് പണി പൂർത്തിയാക്കി അത് നല്ല രീതിയിൽ ഉദ്ഘാടനം ചെയ്ത് ജനങ്ങൾക്ക് തുറന്നു കൊടുത്താൽ എല്ലാവരും സന്തോഷത്തിലാകുമെന്നാണ് മലയാള ജനതാ ന്യൂസിൽ ഈ ജനപക്ഷത്തിലൂടെ മനസ്സിലാകുന്നത്. എന്നാൽ പുതിയ ന്യൂസിൽ പുതിയ വിഷയമായി കാണുന്നത്. തൽക്കാലം ഇവിടെ ബൈ. മലയാള ജനതാ ന്യൂസ്, വാർത്തയുടെ സത്യവും ധർമ്മവും. വാർത്തകൾ വിശേഷങ്ങൾ അറിയാൻ ഈ ചാനൽ ഫോളോ ചെയ്യുക.